Hi friends, it's me Priya Hariprasad. Welcome to the world of economics and welcome to my channel. Hope that you all are doing good. ഇന്നത്തെ സെഷനിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ബഡ്ജറ്റ് ലൈൻ. ബഡ്ജറ്റ് ലൈൻ മൈക്രോ എക്കണോമിക്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ ബേസിക് ആയിട്ടുള്ള ഒരു ടേമാണ്. +2 മുതൽ PG വരെയുള്ള സ്റ്റുഡൻസിനും അതുപോലെ തന്നെ നെറ്റ് സെറ്റ് എല്ലാം ട്രൈ ചെയ്യുന്നവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ് തന്നെയായിരിക്കും. ട്രൈ ടു വാച്ച് ഇറ്റ് ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷനും കൂടെ പ്രസ് ചെയ്യുക. അപ്പോഴേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുകയുള്ളൂ. ഓക്കെ ദെൻ കം ലെറ്റ്സ് ലേൺ ടുഗെദർ. ലെറ്റ്സ് ബിഗിൻ ദ ക്ലാസ്. എന്താണ് ബഡ്ജറ്റ് ലൈൻ? നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ എന്താണ് ബഡ്ജറ്റ് ലൈൻ എന്ന്. ഒരു കൺസ്യൂമറുടെ ലിമിറ്റഡ് ഇൻകം യൂസ് ചെയ്തിട്ട് ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രൈസ് ഓഫ് അല്ലേ 2 കമ്മോഡിറ്റീസ്. ഇപ്പോൾ 2 കമ്മോഡിറ്റി എക്സും വൈയും ആണെങ്കിൽ ആ 2 കമ്മോഡിറ്റീസിൻ്റെ പ്രൈസ് അനുസരിച്ച് ആ ഒരു കൺസ്യൂമറുടെ ഇൻകം എത്രയാണോ അതിനനുസരിച്ചിട്ട് 2 സാധനങ്ങൾ വാങ്ങിക്കും. അപ്പം ആ ഒരു എന്താ പറയുക ഒരു സെറ്റ് അതിനെയാണ് നമ്മൾ ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുക. ശരിയല്ലേ? ഇപ്പോൾ ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത് ഇങ്ങനെ മനസ്സിലാദ്യം നമുക്ക് വരണം. ഒരു കൺസ്യൂമർ എക്സാമ്പിൾ, ആ കൺസ്യൂമർ 2 സാധനങ്ങൾ വാങ്ങിക്കുകയെന്ന് വിചാരിക്കുക. ആ 2 സാധനങ്ങൾ വാങ്ങിക്കുന്ന ആ സാധനങ്ങളുടെ വിലയ്ക്ക് അനുസരിച്ചും അതുപോലെ തന്നെ കൺസ്യൂമറുടെ ഇൻകം അനുസരിച്ചിട്ടും. ശരിയല്ലേ? ഇപ്പം ഞാൻ 2 സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ആ സാധനങ്ങളുടെ വിലയും എൻ്റെ ഇൻകവും ഇത് രണ്ടിനും അനുസരിച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യുക ഈ സാധനങ്ങൾ വാങ്ങിക്കുക അല്ലേ? അപ്പം അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുക ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുക. ശരിയല്ലേ? അപ്പോൾ ഓരോ കൺസ്യൂമേഴ്സിനും ഒരു ബഡ്ജറ്റ് ഉണ്ട് അല്ലേ, ഒരു ബഡ്ജറ്റ് സെറ്റ് ഉണ്ടാവും. 2 സാധനങ്ങൾ വാങ്ങിക്കാൻ പോകും. 2 നമ്മളൊരു എക്സാമ്പിൾ പറയാണ് കേട്ടോ. അപ്പോൾ 2 ആണോ എത്ര സാധനങ്ങളാണെങ്കിലും ആ സാധനങ്ങളുടെ വിലയും കൺസ്യൂമറുടെ ഇൻകവും അനുസരിച്ചിട്ടായിരിക്കും ഒരു പ്ലാൻ ഉണ്ടാവും. ശരിയല്ലേ? അപ്പോൾ അതിനെയാണ് ഈ ബഡ്ജറ്റ് സെറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനെ നമുക്ക് ബഡ്ജറ്റ് ലൈൻ എന്ന് പറയാം. ശരിയല്ലേ? ഓക്കെ, സോ ദ ടേം ബഡ്ജറ്റ് ലൈൻ refers to a graphical representation of all the potential combinations of 2 commodities that can be bought within a certain income and price, and all of these combinations provide the same satisfaction level. അല്ലേ? നമ്മൾ പറഞ്ഞത് തന്നെയാണ്. ഇത് ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. പൊട്ടൻഷ്യൽ കോമ്പിനേഷൻസ് ഓഫ് 2 കമ്മോഡിറ്റീസ്. നമ്മൾ 2 കമ്മോഡിറ്റീസ് ആണ് എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ 2 കമ്മോഡിറ്റീസിൻ്റെ പൊട്ടൻഷ്യൽ കോമ്പിനേഷൻസ് ആണെന്ന് വെച്ചാൽ നമുക്ക് വാങ്ങിക്കാൻ കഴിയുന്ന കോമ്പിനേഷൻസ്. നമുക്കറിയാം എക്സ് കൂടുതലും വൈ കുറച്ചും. ഇപ്പോൾ എക്സും വൈ 2 കമ്മോഡിറ്റീസ് ആണെങ്കിൽ നമ്മൾ ഇച്ചിരി എക്സ് കൂട്ടണമെങ്കിൽ വൈ കുറച്ചു അങ്ങനെ മാറ്റി മറിച്ചൊക്കെ വാങ്ങിക്കാം. അങ്ങനെ പല കോമ്പിനേഷൻസ് ഉണ്ടാവും അല്ലേ? ആ കോമ്പിനേഷൻസ് എന്തിനനുസരിച്ചിട്ടായിരിക്കും? ആ കൺസ്യൂമർ വാങ്ങിക്കുന്ന കൺസ്യൂമറുടെ ഇൻകത്തിനും ആ കമ്മോഡിറ്റീസിൻ്റെ വിലയ്ക്കും അനുസരിച്ചിട്ട്. ശരിയല്ലേ? അതാണ് പറഞ്ഞിരിക്കുന്നത്. That can be bought within a certain income and price. Okay, and all of these combinations provide the same satisfaction level. ഈ എല്ലാ കോമ്പിനേഷൻസും എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? സെയിം സാറ്റിസ്ഫാക്ഷൻ ലെവലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. It comes with the condition that the cost of each combination must be less than or equal to the consumer's money income. ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഈ ഓരോ കോമ്പിനേഷൻ നമ്മൾ വാങ്ങിക്കുമ്പോഴും അതിൻ്റെ ചിലവ് എന്ന് പറയുന്നത് ഈ കൺസ്യൂമറുടെ ഇൻകത്തിനേക്കാൾ കുറവായിരിക്കും അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കും. നോക്കൂ, എനിക്ക് ഒരു മാസം 10,000 റുപ്പീസാണ് എൻ്റെ ഒരു വരുമാനം എന്ന് വിചാരിക്കൂ. ഈ 10,000 റുപ്പീസിനേക്കാളും കുറവോ അല്ലെങ്കിൽ 10,000 റുപ്പീസിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു കൺസംഷൻ പാറ്റേൺ ആയിരിക്കും ഞാൻ ഫോളോ ചെയ്യുന്നത് അല്ലേ? അതിനും അപ്പുറത്തേക്ക് പോകാൻ എൻ്റെ ബഡ്ജറ്റ് അനുവദിക്കുന്നില്ല. കാരണം എൻ്റെ ഇൻകം എന്ന് പറയുന്നത് 10,000 റുപ്പീസാണ്. ശരിയല്ലേ? അപ്പം ആ 10,000 റുപ്പീസിനകത്ത് സാധനങ്ങളുടെ വിലയും അതും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ ഒരിക്കലും ഒരു കൺസ്യൂമർ ഒരു ബഡ്ജറ്റ് ലൈൻ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് പോകാനായിട്ട് ശ്രമിക്കില്ല. ശരിയല്ലേ? പിന്നെ കടം വാങ്ങിയിട്ടൊക്കെ ആയിരിക്കും ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ നമ്മൾ വിചാരിക്കും കടം വാങ്ങി ചെയ്യാമെന്ന്. അങ്ങനെയല്ല ശരിക്കും. അപ്പം എങ്ങനെയായിരിക്കും? ഒരു കൺസ്യൂമറുടെ മണി ഇൻകത്തിനേക്കാളും ലെസ് ദാൻ ഓർ ഈക്വൽ ആയിരിക്കും കൺസ്യൂം ചെയ്യുന്നത്. ഓക്കെ, സോ then a budget line is the locus of various combinations of 2 goods a consumer consumes and whose cost is equal to his income. അല്ലേ? 2 കമ്മോഡിറ്റീസ് ഒരു കൺസ്യൂമർ വാങ്ങിക്കുന്നു, ആ ഇൻകത്തിന് ഈക്വലൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇൻകത്തിനേക്കാളും കുറവും വാങ്ങിക്കാം നമുക്ക്. ശരിയല്ലേ? ഇപ്പോൾ 10,000 റുപ്പീസ് എനിക്ക് ഒരു മാസം ഏർണിംഗ് ഉണ്ടെങ്കിൽ അത് മുഴുവൻ എനിക്ക് സ്പെൻഡ് ചെയ്യണം എന്നില്ല, അതിനേക്കാളും കുറവ് വേണമെങ്കിൽ സ്പെൻഡ് ചെയ്യാം. ശരിയല്ലേ? സോ ഇനി ബഡ്ജറ്റ് ലൈനിന് വേറെ പേരുകളുണ്ട്. പ്രൈസ് ലൈൻ, പ്രൈസ് ഓപ്പർച്യൂണിറ്റി ലൈൻ, ബഡ്ജറ്റ് കൺസ്ട്രെയിൻ ലൈൻ, പ്രൈസ് ഇൻകം ലൈൻ. ഇതൊക്കെ ബഡ്ജറ്റ് ലൈൻ തന്നെയാണ് കേട്ടോ. ഇതൊക്കെ ഓർമ്മ വെക്കണം. കാരണം ചില മിക്ക സ്റ്റുഡൻസിന് ഡൗട്ട് വരും വേറെ കോൺസെപ്റ്റ്സ് ആണോ എന്നുള്ള രീതിയിൽ കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താണ് ബഡ്ജറ്റ് ലൈൻ?
പ്രൈസ് ലൈൻ, പ്രൈസ് ഓപ്പർച്യൂണിറ്റി ലൈൻ, ബഡ്ജറ്റ് കൺസ്ട്രെയിൻ ലൈൻ, പ്രൈസ് ഇൻകം ലൈൻ, ഇതെല്ലാം എന്ത് തന്നെയാണ്? ബഡ്ജറ്റ് ലൈൻ തന്നെയാണ്. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ ബഡ്ജറ്റ് ലൈൻ നമുക്ക് മനസ്സിലായി. ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് all the potential combinations of two commodities that can be bought within a certain income and price, and all of these combinations provide the same satisfaction level അല്ലേ? അപ്പോൾ ഈ 10,000 rupees വെച്ച് ഞാൻ എക്സും വൈയും വാങ്ങിക്കണമെങ്കിൽ ചിലപ്പോൾ എക്സ് കൂട്ടിയും വൈ കുറച്ചും, ചിലപ്പം വൈ കൂട്ടിയും എക്സ് കുറച്ചൊക്കെ വാങ്ങിക്കാം. പക്ഷേ എനിക്ക് എന്ത് കിട്ടും? സെയിം സാറ്റിസ്ഫാക്ഷൻ തന്നെ കിട്ടും. ഞാൻ ആ 10,000 rupeesന് ഈക്വലൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ അതിന് കുറവായിട്ടോ ആയിരിക്കും സാധനങ്ങൾ വാങ്ങിക്കുക. ശരിയല്ലേ? അപ്പോൾ അത് വരച്ച് കാണിക്കുന്ന ലൈനിനെ നമുക്ക് ബഡ്ജറ്റ് ലൈൻ എന്ന് പറയാം അല്ലേ? വേറൊരു ഡെഫിനിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ദ ലോക്കസ് ഓഫ് വേരിയസ് കോമ്പിനേഷൻസ് ഓഫ് ടു ഗുഡ്സ് അല്ലേ? a consumer consumes and whose cost is equal to his income. അത്രയല്ലേ ഉള്ളൂ. പിന്നെ പ്രൈസിനനുസരിച്ചിട്ടായിരിക്കും. ഇനി അതർ നെയിംസ് ഓഫ് ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത് പ്രൈസ് ലൈൻ, പ്രൈസ് ഓപ്പർച്യൂണിറ്റി ലൈൻ, ബഡ്ജറ്റ് കൺസ്ട്രെയിൻ ലൈൻ ഓർ പ്രൈസ് ഇൻകം ലൈൻ. ഓക്കെ, അപ്പോൾ ബേസിക്കായി ഇനി നമുക്ക് ബഡ്ജറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ നോക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ബഡ്ജറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ ഇതാ, പി എക്സ് ഇൻറ്റു ക്യു എക്സ് പ്ലസ് പി എക്സ് ഇൻറ്റു ക്യു വൈ അല്ലേ? എന്താണ്? എം ഈസ് ഈക്വൽ ടു, ഇതാണ് ബഡ്ജറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ. പല രീതിയിൽ ഇക്വേഷൻസ് ഉണ്ടാവാറുണ്ട്, ഇതാണ് ബേസിക് ആയിട്ടുള്ളത് കേട്ടോ. അപ്പം എം ഈസ് ഈക്വൽ ടു പി എക്സ് ഇൻറ്റു ക്യു എക്സ് പ്ലസ് പി വൈ ഇൻറ്റു ക്യു വൈ എന്ന് വെച്ചാൽ എം എന്ന് പറഞ്ഞാൽ എന്താ? കൺസ്യൂമറുടെ മണി ഇൻകം അല്ലേ? നമ്മുടെ ഇൻകം, കൺസ്യൂമറുടെ ഇൻകം. പി എക്സ് പ്രൈസ് ഓഫ് എക്സ്, ക്യു എക്സ് ക്വാണ്ടിറ്റി ഓഫ് എക്സ് അല്ലേ? എത്ര ക്വാണ്ടിറ്റി നമ്മൾ എക്സ് കമോഡിറ്റി വാങ്ങിക്കുന്നു അത് ക്യു എക്സ് ഇൻറ്റു പി എക്സ് പ്രൈസ് ഓഫ് എക്സ്. ഓക്കെ, പ്ലസ് പി വൈ പ്രൈസ് ഓഫ് വൈ പ്ലസ് ഇൻറ്റു ക്യു വൈ എന്താണ്? ക്വാണ്ടിറ്റി ഓഫ് വൈ. അപ്പം പി എക്സ് ഇൻറ്റു ക്യു വൈ പ്ലസ് പി വൈ ഇൻറ്റു ക്യു വൈ. ശരി, അങ്ങനെയല്ലേ നമ്മൾ നോക്കുക. അപ്പം ക്വാണ്ടിറ്റി ഓഫ് എക്സ് എത്ര ക്വാണ്ടിറ്റി വാങ്ങിക്കുന്നു ഇൻറ്റു അതിൻ്റെ പ്രൈസ്. ഓക്കെ, പ്ലസ് അതേപോലെ തന്നെ എത്ര ക്വാണ്ടിറ്റി വൈ വാങ്ങിക്കുന്നു അത് അതിൻ്റെ പ്രൈസ്. ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ എന്തിന് ഈക്വൽ ആയിരിക്കും? എമ്മിന്. ചിലപ്പോൾ ലെസ് ദാനോ ആയിരിക്കും കേട്ടോ. നമ്മൾ ചിലപ്പം ഇൻകം മുഴുവൻ സ്പെൻഡ് ചെയ്യില്ല, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കും. അപ്പോൾ ചില ഇക്വേഷൻസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. then px into qx plus py into qy that is less than or equal to m എന്ന് എഴുതിയിട്ടുണ്ടാവും. അതും ശരിയാണ്. കാരണം എന്താണ്? മണി ഇൻകത്തിനേക്കാളും കുറവ്. നമ്മൾ ഈ രണ്ട് സാധനങ്ങളും വാങ്ങിക്കുന്നതിൻ്റെ ടോട്ടൽ കോസ്റ്റ് നമ്മുടെ ഇൻകത്തിനേക്കാളും ചിലപ്പോൾ എന്തായിരിക്കും? കുറവായിരിക്കും. മുഴുവൻ സ്പെൻഡ് ചെയ്യണം എന്നില്ല നമ്മൾ അല്ലേ? ചിലവർ മുഴുവൻ സ്പെൻഡ് ചെയ്യും. ഓക്കെ, അപ്പം ഇങ്ങനെയും എഴുതാം, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഴുതാം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഓരോന്നും നമുക്കറിയാം. പി എക്സ് കോസ്റ്റ് ഓഫ് പ്രോഡക്റ്റ് എക്സ്, ഗുഡ് അല്ലേ? ഗുഡ് എക്സിൻ്റെ കോസ്റ്റ് ആണ്. പ്രൈസ് ഓഫ് എക്സ് എന്ന് നമുക്ക് പറഞ്ഞാൽ മതി, വളരെ സിമ്പിളായിട്ട്. ക്യു എക്സ് ക്വാണ്ടിറ്റി ഓഫ് എക്സ്, ദെൻ പി വൈ കോസ്റ്റ് ഓഫ് വൈ എന്ന് വെച്ചാൽ പ്രൈസ് ഓഫ് വൈ, ക്വാണ്ടിറ്റി ഓഫ് പ്രോഡക്റ്റ് വൈ ആണ് ക്യു വൈ, അതേപോലെ തന്നെ എം കൺസ്യൂമറുടെ മണി ഇൻകം ആണ്. ശരിയല്ലേ? ഓക്കെ, അപ്പം ഇറ്റ് ഷോസ് ഹൗ എ കൺസ്യൂമേഴ്സ് ഇൻകം എം ഈസ് സ്പെൻഡ് ഓൺ ദ ക്വാണ്ടിറ്റീസ് than qx and qy of products x and y considering their respective cost px and y. ശരിയല്ലേ? അപ്പോൾ കൺസ്യൂമറുടെ ഇൻകം ഉപയോഗിച്ച് രണ്ട് സാധനങ്ങൾ ഒരു നിശ്ചിത അളവുകൾ ഓരോന്നും വാങ്ങിക്കുന്നു. എന്തിനനുസരിച്ച്? ആ സാധനങ്ങളുടെ വിലയ്ക്ക് അനുസരിച്ചിട്ട്. അത്രയേ ഉള്ളൂ. ഇറ്റ് ഷോസ് ഹൗ എ കൺസ്യൂമേഴ്സ് ഇൻകം ഈസ് സ്പെൻഡ് ഓൺ ദ ക്വാണ്ടിറ്റീസ് ഓഫ് പ്രോഡക്ട്സ് എക്സ് ആൻഡ് വൈ കൺസിഡറിങ് ദെയർ റെസ്പെക്റ്റീവ് കോസ്റ്റ് പി എക്സ് ആൻഡ് പി വൈ. ശരിയല്ലേ? ഇതാണ് ബഡ്ജറ്റ് ലൈൻ്റെ ഇക്വേഷൻ. പിന്നെ ഇങ്ങനെയും ഇക്വേഷൻ എഴുതാം കേട്ടോ. ഞാൻ എടുത്ത് വേറെയും കൂടെ എഴുതിയത്, നെറ്റിൽ നിന്ന് തന്നെയാണ് ഇത് കളക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം എഴുതിയത് അറിയാൻ വേണ്ടിയിട്ട് ഇത് കണ്ടോ, P1 x1 plus P2 x2 equal to m. ഇങ്ങനെ എഴുതാം. എല്ലാം സെയിം തന്നെയാണ് കേട്ടോ. P1 x1 plus P1 into x1 ആണ് കേട്ടോ. P1 into x1 plus P2 into x2 equal to m. ഓക്കെ, അത് ഇനി ബഡ്ജറ്റ് ലൈനിൻ്റെ ഹെൽപ്പോട് കൂടി നമുക്ക് എന്ത് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും? എമൗണ്ട് ഓഫ് ഇൻകം അല്ലേ? ഡിഫറെൻറ്റ് ഗുഡ്സിന് വേണ്ടി ഒരു കൺസ്യൂമർ എത്ര എമൗണ്ട് സ്പെൻഡ് ചെയ്യണു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വളരെ യൂസ്ഫുള്ളാണ് ഈ ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ്. ഇനി നമുക്ക് ബഡ്ജറ്റ് ലൈൻ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ നോക്കാം. അപ്പോൾ നോക്കിക്കോളൂ. ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ബഡ്ജറ്റ് ലൈൻ ആണ്. എക്സ് ആക്സിസ് മെഷേഴ്സ് ക്വാണ്ടിറ്റി ഓഫ് എക്സ് ആൻഡ് വൈ ആക്സിസ് മെഷേഴ്സ് ക്വാണ്ടിറ്റി ഓഫ് വൈ. See, m by py, m by px is the budget line of that particular consumer. ആ കൺസ്യൂമറുടെ ബഡ്ജറ്റ് ലൈൻ ആണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും പേര് കൊടുക്കാം കേട്ടോ. ഇത് ഇങ്ങനെ കൊടുത്തത് കുറച്ച് ടഫായിട്ടുള്ള ഒരു വേർഷൻ എടുത്ത് ഞാൻ ഇട്ടുന്നേ ഉള്ളൂ, നെറ്റിൽ നിന്ന് കളക്ട് ചെയ്ത്, കാരണം അറിയാൻ വേണ്ടിയിട്ട്. m by py എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇൻകത്തിൽ നിന്നും എത്ര py വാങ്ങിക്കുന്നു, y എന്ന് പറയുന്ന കമ്മോഡിറ്റി എത്ര പ്രൈസിന് വാങ്ങിക്കുന്നു, ഇൻകത്തിൻ്റെ എത്ര പോർഷൻ,
അതേപോലെ തന്നെ എം ബൈ പി എക്സ് ഇൻകത്തിൻ്റെ എത്ര പോർഷൻ വാങ്ങിക്കുന്നു അല്ലേ. ഇപ്പോൾ ചില ഇതിനകത്ത് ജസ്റ്റ് P1 എന്തെങ്കിലും പേരായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക, അതിലൊന്നും ഒരു കാര്യമില്ല കേട്ടോ, പേര് എങ്ങനെ വേണമെങ്കിലും മാറാം. ഓക്കെ, അപ്പോൾ ഇതാണ് ബഡ്ജറ്റ് ലൈൻ എന്ന് വെച്ചാൽ കൺസ്യൂമറിൻ്റെ ഇൻകവും പ്രൈസും അനുസരിച്ചിട്ട് ഒരു ബഡ്ജറ്റ് ലൈൻ ഇവിടെ ഫിക്സ് ചെയ്തു. ഓക്കെ, ആ ബഡ്ജറ്റ് ലൈന് അതിനേക്കാളും കുറവ് ഇവിടെ നിന്നൊക്കെ കൺസ്യൂമർക്ക് വാങ്ങിക്കാം, പക്ഷെ ഒരിക്കലും ഇതിൻ്റെ പുറത്തേക്ക് പോവില്ല, കാരണം അത്രയും ലിമിറ്റഡ് ഇൻകമേ ഉള്ളൂ. അപ്പം ഈ ലൈനിൽ നിന്നുകൊണ്ടായിരിക്കും കൺസ്യൂമർ ചിലപ്പം പർച്ചേസ് ചെയ്യുക. പക്ഷേ ഇതിപ്പോൾ നോക്കിക്കോളൂ, ഇവിടെ നിന്ന് വാങ്ങിക്കുക എന്ന് വിചാരിക്കുക, Y കൂടുതലും എക്സ് വേണ്ട കുറച്ചും അല്ലെ, വളരെ കുറച്ച് എക്സും Y കൂടുതലും വാങ്ങിക്കുകയാണെങ്കിലും, അതല്ലെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ എക്സ് കൂടുതലും Y ഏറ്റവും കുറച്ച് വാങ്ങിക്കുകയാണെങ്കിലും സാറ്റിസ്ഫാക്ഷൻ ഈ ലൈനിൽ കൺസ്യൂമറിന് കിട്ടുന്നത് സെയിം ആയിരിക്കും എന്നുള്ള കാര്യം ഓർമ്മ വയ്ക്കുക. പിന്നെ ഈ ഇക്വേഷൻ നിങ്ങൾക്ക് വേണ്ട, ഞാൻ ജസ്റ്റ് വെറുതെ എടുത്തുള്ളൂ, അത് വേറെ ഒന്നുമല്ല. QY = M/PY മൈനസ് PX ബൈ PX × QX ബൈ PY. അതായത് ക്വാണ്ടിറ്റി ഓഫ് Y നമുക്ക് മെഷർ ചെയ്യാനുള്ള ഫോർമുലയാണ്. അതുപോലെ ക്വാണ്ടിറ്റി ഓഫ് എക്സ് മെഷർ ചെയ്യണമെങ്കിൽ ഇതേപോലെ M/PX മൈനസ് PY QY ഡിവൈഡഡ് ബൈ PX ചെയ്ത് കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി ഓഫ് എക്സ് മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് വേറൊന്നുമല്ല, ഇത് നമുക്ക് ഇവിടെ ഈ ലൈൻ വരച്ചിട്ട് ഇവിടെ എന്ത് എഴുതിയാൽ മതി, നമ്മുടെ നേരത്തെ ഈ ഇക്വേഷൻ ഏതെങ്കിലും എഴുതിയാൽ മതി. അതായത് M = PX × QX പ്ലസ് PY × QY എന്നുള്ള ആ ഒരു പോർഷൻ ഇവിടെ എഴുതിയാൽ മതി. മനസ്സിലായില്ലേ? അത്രയേ ഉള്ളൂ. ഇതാണ് ബഡ്ജറ്റ് ലൈൻ. അപ്പം നമ്മൾ ഇന്നത്തെ സെഷനിൽ വളരെ സിമ്പിളായിട്ട് എന്താണ് ബഡ്ജറ്റ് ലൈൻ എന്നും ആ ബഡ്ജറ്റ് ലൈനിൻ്റെ ഇക്വേഷനും ബഡ്ജറ്റ് സെറ്റ് അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാണുകയും നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്യുകയും ചെയ്യണം. ഇതേപോലെ വീണ്ടും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. യുവർ സപ്പോർട്ട് ഈസ് മൈ സ്ട്രെങ്ത്. താങ്ക് യു. താങ്ക്സ് എ ലോട്ട്. ടേക്ക് കെയർ. ബൈ.